നിങ്ങളിൽ പലരും പലപ്പോഴായിട്ട് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ KSB സബ് എഞ്ചിനിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും, അതേപോലെ എയ്ഡ് നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരിക എന്നുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിന് മുന്നേ ജസ്റ്റ് ഒരു പോൾ നമ്മളവിടെ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിനിയിപ്പം അവിടെ KSB എയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന 1 വർഷമായിട്ടുള്ളൂ, KSB സബ് എഞ്ചിനിൽ 2 വർഷമാകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എയുടെ ലിസ്റ്റിൽ എല്ലാവരെയും നമ്മൾ ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് മുന്നേ ഇപ്പം നമ്മൾ സബ് എഞ്ചിനീയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം ഇനിയിപ്പം അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പം എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, യുവജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഏതൊരു സർക്കാരും ഉദ്ദേശിക്കുന്നൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതൊക്കെ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചോദ്യം ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പോള് എന്താണെന്ന് എല്ലാവരും താഴെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതുകൂടാണ്ട് എന്താ കമൻസിൽ കയറിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി എന്താ കറക്റ്റായിട്ട് പറയാം. ഓക്കെ, കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നിങ്ങളുടെ തോട്ട് എന്താണെന്നില്ലായിരുന്നു നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെ ബേസിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.